ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നനച്ചുള്ളിൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നതാ ചെറിയ ചെറിയ പണികളൊക്കെയാണ് കേട്ടോ. ഷോക്കേസൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അതുപോലെ ഫ്രിഡ്ജ് ക്ലീനാക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ കേട്ടോ. പിന്നെ പണിക്ക് പോയി, കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോക്കേസിൽ ഓരോരോ സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നനച്ചുള്ളിൻ്റെ 5ാമത്തെ പാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള പാട്ടുകളൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഒക്കെ എടുത്തക്കൽ കഴിഞ്ഞു. ഷോക്കേസ് ഈ അവസ്ഥയിലായിട്ടോ. ഈ 2എണ്ണം എടുക്കാൻ പറ്റില്ല കേട്ടോ, അത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അത് എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ടേബിളിൽ വെച്ചു. ഇനി അതെല്ലാം കൂടി തട്ടിക്കൊട്ടിയിട്ട് വീണ്ടും അതേപോലെ ഷോക്കേസിൽ തന്നെ വെക്കാം കേട്ടോ. അതാണ് അടുത്ത പണി. എല്ലാവരുടെയും നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇവിടെ ഒരു ദിവസത്തേതും കൂടി ഉണ്ട് കേട്ടോ. മൊത്തം നനച്ച് കുളിച്ചപ്പോഴേക്ക് 6 ദിവസം പിടിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ ചെയ്യുന്നുള്ളൂ. എന്നാലും 7 മണി കണക്കാണ് എന്നൊട്ട് കഴിയുമ്പോഴേക്ക്. എന്നാലും വേണ്ടിയില്ല, വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഒരു നനച്ചുള്ളിപ്പണി ഉണ്ടായതുകൊണ്ടേ എല്ലാം മുക്കും മൂലി എത്തും. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ മാസം ചെയ്യും, പക്ഷേ അത് സാധാരണ തട്ടിക്കൊട്ടും പോലെയല്ല ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ വീട് മൊത്തം നനച്ച് കുളിക്കൂലേ. അപ്പോൾ വർഷത്തിലൊരിക്കലും ഇങ്ങനെയുള്ളത് നന്നായി എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അങ്ങനെ അതെല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ഷിബിലി മോൻ ഉണ്ടാക്കിയ ബസ്സാണ് കേട്ടോ ഇത്. അത് ഒന്ന് തുടച്ച് വെക്കും വേണം. അവൻ എപ്പോഴും കാണുന്ന ഒരേ ഒരു ചാനലാണ് കേട്ടോ, വയനാട് വ്ളോഗർ ചാനൽ. അപ്പോൾ അതുപോലത്തെ ബസ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ബസ് അവൻ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ അവന് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടാൽ മതി കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടച്ച് വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഷോക്കേസൊക്കെ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ ഷോക്കേസ് റെഡിയായി. അതിന് ശേഷം അതിൻ്റെ ഗ്ലാസ് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേപ്പറിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കണ്ട് ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കുകയാണേ. അങ്ങനെ അതെല്ലാം ക്ലീനാക്കിയതിന് ശേഷം പിന്നെ അവന് പറഞ്ഞിരുന്നു കേട്ടോ, വണ്ടി തുടക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അവന് ഈ ബസ് ഉണ്ടാക്കാൻ നല്ലോണം റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അവനെ അറിയുന്ന ഒരുപാട് പേര് ഈ ബസ് ഉണ്ടാക്കിയത് കണ്ടിട്ട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവൻ്റെ ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അവൻ ഇതുണ്ടാക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ അതൊക്കെ തുടച്ച് വെച്ച് പിന്നെ ക്ലീനാക്കിയത് നമ്മുടെ വർക്ക് ഏരിയയിൽ മുകളിലത്തെ ഷെൽഫാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ചു. ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഇതൊക്കെ ചെറിയൊരു പൊടിയിട്ടേ ഉള്ളൂ. ഞാൻ മാസം ക്ലീൻ ആക്കുന്നതുകൊണ്ട് വല്ലാതെ പൊടികളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ കുടിയിരിക്കലിന് ഒരു പാർട്ടി തന്നാട്ടോ നമുക്ക്. ഇത് മീഷോന്ന് വരുത്തിയത് തന്നെയാണ് അവർ. അങ്ങനെ സെറ്റ് പാത്രങ്ങളാണ് കേട്ടോ, വലുത് അതിൻ്റെ ചെറുത് അങ്ങനായിട്ട്. പിന്നെ ഈ സെറ്റ് പാത്രങ്ങളും അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. ഒറ്റക്കായതുകൊണ്ട് ഞാൻ തന്നെ തുടച്ച് ഞാൻ തന്നെ വെക്കും വേണ്ട, അതാട്ടോ റിസ്ക്. ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് വെക്കാം. പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ, കൂടെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ആദ്യം തുടച്ച് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ചെറിയ രീതിയിലുള്ള പൊടികളായിട്ടേ ഉള്ളൂ. പിന്നെ ഓരോന്നായിട്ട് ആ സ്പോട്ടിൽ തന്നെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഡൈനിങ് ഹാളിലെ ബാത്റൂം ഒന്ന് ക്ലീനാക്കി. അപ്പോഴേക്കും സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ചമ്മന്തിയും മീനും കാബേജ് ഉപ്പേരി ആയിരുന്നു കേട്ടോ ഇന്ന്. അതിന് ശേഷം പിന്നെ ചെയ്തത് ഫ്രിഡ്ജ് ക്ലീനാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട് വെച്ചിരുന്നത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഓരോരോ പാർട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ കഴുകിയെടുക്കുമ്പോൾ അതിന് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ അത് തുടച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടോ. വെരിക്കോസ് ഉള്ളത് കാരണം തന്നെ നല്ലോണം കാല് കടയുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, വർഷത്തിലൊരിക്കലല്ലേ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരം കിടക്കൂട്ടോ കാലൊന്നും ഇട്ടിട്ട്. അപ്പോഴാണ് എൻ്റെ കാലിനൊരു സുഖം കിട്ടും കേട്ടോ.
പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതേ ഫ്രിഡ്ജിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് തുടച്ചെടുത്തു. ഇതാ ഫ്രിഡ്ജ് ക്ലീനായി. പിന്നെ സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തെ ബാത്റൂമില്ലേ, അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തോ. ഞാൻ വോയിസ് വിടുന്നത് എൻ്റെ പണികളെല്ലാം തീർന്നതിന് ശേഷമാണ് കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തപ്പോഴേക്കും ഇങ്ങനെ ഉറക്കം വരികയാണ് കേട്ടോ, ഫോണ് ബെഡിലേക്ക് ഇങ്ങനെ വീഴാണ്. അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിച്ചും ചെയ്തിട്ടോ. കാരണം അങ്ങനെ നിന്നിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നോമ്പായില്ലേ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതും അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ചെയ്യുകയാണേ. പിന്നെ കുളി റൂം ക്ലീൻ ആക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സമാധാനമായിട്ടോ. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഈ നനച്ചുളി ഒരു 6 മണിയായപ്പോഴേക്ക് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരവും ഓത്തും കുട്ടികളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിനിമോൾക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബെഡിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടീനെയൊക്കെ ഇന്നലെ കഴുകി ഇട്ടിരുന്നില്ല, അതൊക്കെ ഉണങ്ങിക്കണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അവൾ. അങ്ങനെ നമ്മൾ ഷിബിലിമ്മന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നനച്ചുളിൻ്റെ വീഡിയോ. നാളെ നമ്മൾ നനച്ചുളി കേക്കും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ ഫിനിമോൾ ഇടുന്നത് തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അവൾക്ക് അതൊക്കെ ടൈറ്റാണ്. അപ്പോൾ പിന്നെ നല്ലത് നോക്കിയിട്ട് തന്നെ പാവക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും ചെയ്യാറ് കേട്ടോ. ഇതിങ്ങനെ അവർ എപ്പോഴും ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇവൾക്ക് ഉറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാവക്കുട്ടികളൊപ്പം വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.